ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ട ആ വീഡിയോയുടെ ആ ഒരു കണ്ടൻറ്റ് സെയിം ഫീൽ ചെയ്ത ആളുകൾ ഒരുപാടുണ്ടെന്ന് എനിക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ആദ്യം വീഡിയോ ഇടുന്ന സമയത്ത് ചിന്തിച്ചിരുന്നത്, നമ്മൾ ഇപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്നത് ഞാൻ മാത്രമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഫീൽ ചെയ്തത് ഇതുപോലെ ഫീൽ ചെയ്യുന്നത് കുറ്റം. ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പറയുമല്ലോ, കുറ്റം പറയാനായിട്ട് വീഡിയോ ഇടുന്നു എന്ന് പറയുമല്ലോ. അങ്ങനെ ഇടുന്ന കമൻറ്റുകളാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ചതിലും വിപരീതമായിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നു. എന്നെക്കാൾ നന്നായി പുള്ളിയെ മനസ്സിലാക്കി, അതായത് മൃണാളിനെ മനസ്സിലാക്കിയത്, മൃണാളിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കേട്ടോ. പണ്ടത്തെ പുള്ളിയുടെ റിവ്യൂസ് അല്ല, പണ്ടത്തെ പുള്ളിയുടെ റിവ്യൂസൊക്കെ കുറേ ഒരുപാട് ജെനുവിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പുള്ളിയുടെ പ്രവർത്തനം, പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ എന്നെക്കാൾ നന്നായിട്ട് വിലയിരുത്തിയ ആളുകൾ ഇവിടെ കമൻ്റ് അടിച്ചിട്ടുണ്ട്. അതിൽ കമൻറ്റുകൾ ഞാൻ വായിക്കാം. ബ്രോ, ആസ് യു സെഡ്, ഇറ്റ്സ് ഓൾ എ സൈക്കോളജിക്കൽ വേ മൃണാൾ ഈസ് ട്രൈങ് ടു മാനിപ്പുലേറ്റ്സ് പീപ്പിൾ വിത്ത് ഇമോഷൻ. ഞാൻ പറഞ്ഞ കാര്യം തന്നെ. അടുത്ത ആൾ കമൻറ്റ് ചെയ്തേക്കണ, ഹീ ഈസ് നോട്ട് ഡൂയിങ് വാട്ട് ഹീ സെയിങ് ത്രൂ വീഡിയോസ്. കൗശലക്കാരനായ കുറുക്കൻ ദ അൾട്ടിമേറ്റ്. അത് നല്ലൊരു ടാഗ് ലൈനാണ്, കൗശലക്കാരനായ കുറുക്കൻ. പിന്നെ നമ്മുടെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തേക്കണ, ഇറ്റ് ഈസ് നോട്ട് ബ്ലാങ്ക് ബട്ട് ബ്ലാൻഡ്. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞൊരു വാക്കിനെ പറ്റി കമൻറ്റ് അടിച്ചേക്കുന്നതാണ്. താങ്ക് യു. ഐ തിങ്ക് സെയിം തന്നെ. വൈ കാൻ യു പീപ്പിൾ കംപ്ലൈൻ ടു ദ ഫുഡ് ക്വാളിറ്റി കൺട്രോളർ അബൌട്ട് ദിസ്. ഇപ്പം ലേറ്റസ്റ്റ് വന്നേക്കുന്ന ഒരു പ്രകാശ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാൾ കമൻ്റ് ഇട്ടേക്കുന്നത്, ഇത് എന്തുകൊണ്ട് ഫുഡ് ക്വാളിറ്റി കൺട്രോളർ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിച്ചുകൂടാ. നമുക്ക് ആലോചിക്കാം. ഇനി ഒന്നും കൂടെ പോയിട്ടെ, നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി നമ്മൾ നോക്കിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത്തെ തവണ പോയിട്ട് എന്താ ഫീലിംഗ് എന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് അറിയിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അറിയിക്കാം. പിന്നെ ഒരു ദീപക് ബാബു എന്നുള്ള ബ്രോ കമൻറ്റ് ചെയ്തേക്കുന്നത്, അബ്സല്യൂട്ട്ലി റൈറ്റ്, ഐ ഓൾസോ ഫെൽറ്റ് ദ സെയിം ആഫ്റ്റർ ട്രൈയിങ് most of the item. Beef and kaya has more kaya than beef. In beef fry got liver piece more. Kovakya thoran was not well cooked. Chicken fry doesn't seems to have rupees 350 per liter. Coconut oil taste. ഓക്കെ, അതായത് 350 രൂപയുടെ അത്രയും പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഒന്നും കോവയ്ക്ക തോരനിലും ചിക്കൻ ഫ്രൈയിലോ ഒന്നും ഫീൽ ചെയ്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ കപ്പ വാസ് വെരി ഹാർഡ്. കപ്പ വെരി ഹാർഡായിരുന്നു. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും, കുറേ അധികം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കാം കാരണം കേട്ടോ, അറിയില്ല. പായസം സീംസ് ടു ബി ഫുള്ളി മിൽക്ക് മെയ്ഡ്. ആയിരിക്കാം, കാരണം പുള്ളി പറച്ചിലിന് മാത്രമേ ഈ പറഞ്ഞ പ്യൂരിറ്റി നോക്കുന്ന ആളുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ സാമ്പാർ കൂട്ടുകറി ഈസ് വിത്ത് എ നോർമൽ ടേസ്റ്റ്. ഓക്കെ, ബിരിയാണി ആസ് യു ടോൾഡ് ഈസ് വെരി വെരി ഓവർ പ്രൈസ്ഡ്. പക്ഷെ ബിരിയാണിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്, സിമ്പിൾ ബിരിയാണിയാണ്. പക്ഷേ ഇപ്പം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗീ ആണ് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംഭവം. ആ സംഭവം എത്രത്തോളം പ്യുവറാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ മിൽക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ട് അതിലും ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ 1-2 തവണ ഞാൻ മുമ്പ് റൈസ് ഓഫ് പേർഷ്യ ആയിരുന്ന സമയത്ത് ഞാനത് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഓവർ പ്രൈസ് എന്നുള്ള ഒരു സംഭവം മാറ്റി നിർത്തിയാൽ ദി ബെസ്റ്റ് ബിരിയാണിയാണ് ആ ഏരിയയിൽ, ആ തൊട്ടടുത്ത ഏരിയയിൽ. അതിന് മുമ്പ് ഞാൻ കഴിച്ചിരുന്ന ഏതാ, എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു ബിരിയാണി ഉണ്ട്, ആ ഒരു ഹൈക്കോർട്ട് അല്ലെങ്കിൽ ദേശാഭിമാനി, ആ ഒരു കട്ടയിൽ ഏതോ ഒരു ബിരിയാണി കട ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ കഴിച്ചിരുന്നത്. അപ്പോൾ പറയുന്നത്, ഓക്കെ, ദ ചിക്കൻ പീസ് വാസ് വെരി ഹാർഡ് ആസ് ഇറ്റ് സീംസ് നോട്ട് വെൽ കുക്ക്ഡ് ചിക്കൻ. അല്ല, അത് വെൽ കുക്ക്ഡ് അല്ലാത്തതുകൊണ്ടല്ല, അതായത് ഇവർ യൂസ് ചെയ്യുന്ന ചിക്കൻ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ചിക്കനാണ്. അതൊക്കെ ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കൻ കട്ട് ചെയ്ത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം തന്നെ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാർഡായിരിക്കും. എത്ര വേവിച്ചാലും വേവില്ല. കാരണം അതിനൊരു പേരുണ്ടല്ലോ, അതായത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മസിൽ ടിഷ്യൂ ഒന്ന്
ഒന്ന് റിലീസ് ആവാൻ എടുക്കുന്ന ആ ഒരു സമയമുണ്ട് 6 to 8 hours. അത് മാരിനേറ്റ് ചെയ്ത് ചിൽഡ് അറ്റ്മോസ്ഫിയറിൽ, അതായത് 5 degree താഴെയുള്ള അറ്റ്മോസ്ഫിയറിൽ കീപ്പ് ചെയ്യണം. 0 ആവരുത്, അതായത് ഫ്രീസിങ് ചെയ്യരുത്. 1 to 5 അല്ലെങ്കിൽ ഒരു 2, 3, 4, 5 ആ റേഞ്ചിനകത്ത് കീപ്പ് ചെയ്യണം ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ ടിഷ്യൂസ് റിലീസാവും, അതായത് എൻസൈംസ് എല്ലാം വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ടിഷ്യൂ അല്ലെങ്കിൽ അതിൻ്റെ മസിൽ സെല്ലൊക്കെ റിലീസാവും മീറ്റിൻ്റെ. അപ്പോൾ മാത്രമേ ടെൻഡർനെസ്സും പെട്ടെന്ന് വേവുക, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുക, ഇതെല്ലാം സംഭവിക്കുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ ഫോറസ്റ്റിൽ ഈ കടുവ, പുലി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ വേട്ടയാടി പിടിച്ച മൃഗങ്ങളെ, ഈ മാനിനെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓവർനൈറ്റ് കഴിഞ്ഞിട്ട്, അതായത് ഇത് പിടിച്ച് കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ പോയി അതിനെ കീപ്പ് ചെയ്യും. അതിനുശേഷം പിറ്റേ ദിവസമാണ്, അതായത് ഒരു ടൈം കഴിഞ്ഞിട്ടാണ് അത് കഴിക്കുള്ളൂ. കാരണം അത്രയും അതിന് അറിയാം. എന്നാൽ മാത്രമേ അത് ഡൈജസ്റ്റ് ആവുള്ളൂ. അതിൻ്റെ ന്യൂട്രീഷൻസ് എല്ലാം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവുള്ളൂ. അതാണ് ആ പോയിന്റ്. അപ്പോൾ എപ്പോഴും നിങ്ങളായാലും ഇനി വീട്ടിൽ മീറ്റ് മേടിക്കുമ്പോൾ, ചിക്കൻ ആയാലും ബീഫ് ആയാലും മട്ടൺ ആയാലും എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് എപ്പോഴാണോ കട്ട് ചെയ്ത് അതിനെ കൊന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി സെയിൽ ചെയ്യുന്ന സമയം, ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് വാങ്ങിയതിന് ശേഷം ഒരു 6-7 മണിക്കൂർ കുറഞ്ഞത് മാരിനേറ്റ് ചെയ്ത്, അതായത് ഉപ്പും മുളകൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് ചിൽഡ് അറ്റ്മോസ്ഫിയറിൽ താഴെ ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് നിങ്ങൾ കീപ്പ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. ഇദ്ദേഹം ബിരിയാണിയിൽ പറഞ്ഞ പോലെ ചിക്കൻ, ഇപ്പോൾ ഇദ്ദേഹം വലിയ കാര്യത്തിൽ പറയാറുണ്ടല്ലോ, ഞാൻ ഡെയിലി വാങ്ങിയിട്ട് ഫ്രീസറിൽ വെക്കാതെയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസറല്ല, ചില്ലിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. സോഫ്റ്റ് ആവും മസിൽ, അതായത് മീറ്റ് സോഫ്റ്റ് ആവും. അപ്പോൾ അത് ശരിക്കും ബെനിഫിഷ്യലാണ് ശരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഇദ്ദേഹം അതൊരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണോ, ഇത് വേറൊരു മാനിപ്പുലേഷൻ ആണോ എന്നറിയില്ല. ഇദ്ദേഹം പറയുന്നത്, അതായത് മൃണാൾ പറയുന്നത്, ചിക്കൻ പറഞ്ഞിരുന്നത് കേട്ടോ, റൈസ് ഓഫ് പെർഷ്യയിൽ ഡെയിലി വാങ്ങുന്നു, നമ്മുടെ ചിക്കൻ കടയിൽ പോയിട്ട് കട്ട് ചെയ്ത് വാങ്ങുന്നു, അപ്പം തന്നെ കൊണ്ടുപോയി ബിരിയാണി വയ്ക്കുന്നു. അത് നല്ലൊരു പ്രൊസീജിയറായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ റൈസ് ഓഫ് പെർഷ്യയിലുള്ള ചിക്കൻ കറി ഉണ്ടല്ലോ, അതിൽ ഉപ്പ് കൂടുതലായിരുന്നു. പക്ഷെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ അത് സോഫ്റ്റ് ആയിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കടിച്ച് ച്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും ആയിരുന്നു. അത്യാവശ്യം വയറിനും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഉപ്പ് വളരെ കൂടുതലായിരുന്നു, അത് നോട്ട് ചെയ്യാം. പിന്നത്തെ കമൻറ്റുകൾ ഞാൻ പറയാം. ബ്രോ, ആസ് യു സെഡ്, ഇറ്റ്സ് ഓൾ എ സൈക്കോളജിക്കൽ വേ. മൃണാൾ ഈസ് ട്രൈങ് ടു മാനിപ്പുലേറ്റ് പീപ്പിൾ വിത്ത് ഇമോഷൻ. സെയിം തന്നെ. പിന്നെ ശശികുമാർ എന്നുള്ള ബ്രോ പറഞ്ഞെങ്കിൽ, യെസ്, ഹീ ഈസ് നോട്ട് ഓഫറിങ് എനിത്തിങ് ന്യൂ. ഫുഡ് ക്വാളിറ്റി ആൻഡ് സർവീസ് ഈസ് ബിലോ ആവറേജ്. സർവീസിനെ പറ്റി നമ്മളിപ്പോൾ പറയണ്ട, കാരണം സർവീസ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സംഭവമാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ആരും അങ്ങനെ ചെയ്യാത്തൊരു സംഭവമാണ്. ആരും ഉദ്ദേശിച്ചത് ഈ മെക്ഡൊണാൾഡ്സ് അങ്ങനത്തെ സംഭവങ്ങൾ സെൽഫ് സർവീസ് ചെയ്യുന്നത് പോലെ ഹോട്ടലുകളിൽ അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം അത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് സർവീസിൻ്റെ കേസ് നമുക്ക് വിടാം. നമ്മൾ ക്വാളിറ്റി റേറ്റ് ഇതിലാണ് പിടിച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ സുരാജ് ബെന്നി എന്ന് പറഞ്ഞ ബ്രോ പറഞ്ഞേക്കുന്നത്, ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ആദ്യത്തെ 1-2 കമൻറ്റിലൊന്നാണ് ഇത്. ഓപ്പണിംഗ് ആയതുകൊണ്ടൊന്നും അല്ല, ഞാൻ തൃപ്പൂണിത്തുറയിൽ പോയി കഴിച്ചതാ. ഇറ്റ് വാസ് പത്തറ്റിക്. ബീഫ് ഫ്രൈ ആൻഡ് ബീഫ് ആൻഡ് കായ സോ ബാഡ്. നോ കോക്കനട്ട് ഓയിൽ ഫ്ലേവർ. ചിക്കൻ ബിരിയാണി ഈസ് ഗ്രേറ്റ്. പുള്ളിയും പറയുന്നതാണ്, ചിക്കൻ ബിരിയാണി ഗ്രേറ്റ് ആണ്. പക്ഷേ കായ ബീഫ് പരിപാടികൾ കാര്യമില്ല എന്നാണ് പറയണത്. അതിൻ്റെ ആ ഒരു രസം, എന്താ പറയുക, ബ്ലാൻഡ് എന്നാന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആ സംഭവം ആയിരുന്നു. പിന്നെ രാഹുൽ അശോക് എന്ന് പറഞ്ഞ ബ്രോ മൃണാൾ പറഞ്ഞു സ്മോൾ പോർഷൻ ഓർഡർ ചെയ്താൽ കായ ആയിരിക്കും കൂടുതൽ ബീഫ് കറിയിൽ. വീഡിയോ ചെയ്തിരുന്നു. റേറ്റിനുള്ള ഐറ്റംസ് ഉണ്ട് ബ്രോ. ഒരാളെ ഇങ്ങനെ തകർക്കരുത്. ഓക്കെ, ഡൺ. ഇത് എനിക്ക് തോന്നുന്നു ഈ മാനിപ്പുലേഷനിൽ വീണ് പോയ ഏതോ ഒരു ഹതഭാഗ്യനാന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഹതഭാഗ്യനായ ഫോളോവറാന്ന് തോന്നുന്നു രാഹുൽ അശോക് ബ്രോ. പുള്ളി പറഞ്ഞിട്ടുണ്ട്, അതായത്
ചെറിയ പോർഷൻ മേടിക്കുമ്പോൾ അതിൽ കായായിരിക്കും കൂടുതലൊന്നും. അങ്ങനെയാണെങ്കിൽ റേറ്റ് കുറയ്ക്കണ്ടേ, ബീഫിൻ്റെ റേറ്റ് കുറയ്ക്കണ്ടേ. അപ്പോൾ എങ്ങനെ ഇതിന് 60 സംതിങ് രൂപ വരുന്നത്? അതായത് നോർമൽ ഒരു ബീഫിൻ്റെ പോർഷൻ്റെ, നോർമൽ ഹോട്ടലുകളിൽ വിൽക്കുന്ന ബീഫിൻ്റെ പോർഷൻ്റെ ഒരു പകുതി റേറ്റ് വിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ബീഫ് കുറവായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റേറ്റ് കുറയണ്ടേ. അത്ര നമ്മൾ ചോദിക്കുന്നുള്ളൂ. പിന്നെ അപ്പോൾ കായക്കറിക്ക് 60 രൂപ വാങ്ങുന്നവനെ ഓടിക്കണ്ടേ, പകൽ കൊള്ളല്ലേ അത്? കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കമൻ്റ് ഇട്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഇത് പുള്ളിയുടെ അടുത്തെത്തുന്നവരെ ഇതൊന്ന് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. വേറെ ആരും കാണണമെന്നില്ല, പുള്ളി കാണണം. പുള്ളിയുടെ കാര്യങ്ങൾ ഫോളോവേഴ്സിന് മനസ്സിലാകുന്നുണ്ട്. ഞാനും പുള്ളിയുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു. ഞാനിപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തു. കാരണം പുള്ളി വെറും പൊട്ടന്മാരാക്കാണ് ആൾക്കാരെ, നിർത്തി പൊട്ടന്മാരാക്കാന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീഡിയോയിലായാലും ലൈവിലായാലും. ഓക്കെ, ഇതെൻ്റെ വശം. ഇനി പുള്ളിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പുള്ളിയുടെ സൈഡിൽ ചിന്തിച്ചു. അപ്പോൾ നടന്ന കാര്യം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഇൻഡ്യൂഷനിൽ നടന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, പുള്ളി പറഞ്ഞിരുന്നത് പോലെ നല്ലൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫുഡ്, ഹോംലി ഫുഡ് ചെറിയ റേറ്റിൽ വിൽക്കുക എന്നുള്ളതല്ല. ശരിക്കും ആളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിസിനസ്സാണ്. ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കണം, പണം ഇരട്ടിക്കണം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആയിരിക്കണം. ഇതാണ് പുള്ളിയുടെ ഉദ്ദേശമായിരുന്നത്. അല്ലാതെ പുള്ളി ഇത്രയും നാൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഹോട്ടലുകളെ കുറ്റം പറഞ്ഞ് നല്ല ഫുഡ് കിട്ടാനില്ല, ഇവിടെ നല്ല ഫുഡ് കിട്ടാനില്ല, അവിടെ നല്ല ഫുഡ് കിട്ടാനില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വെറും പൊടിയിടലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഉദ്ദേശം പൈസ ഉണ്ടാക്കലാണ്, ബിസിനസ്സാണ്. അല്ലാതെ നാട്ടുകാർക്ക് നല്ലത് കൊടുത്തിട്ട് ഒരുപാട് നാൾ കൊണ്ട് നന്നാവുക അങ്ങനെയല്ല. പെട്ടെന്ന് നന്നാവണം, പെട്ടെന്ന് പച്ച പിടിക്കണം, പെട്ടെന്ന് ബിസിനസ്സിൽ റിട്ടേൺ കിട്ടിക്കൊണ്ടേയിരിക്കണം ഹെവി ആയിട്ട്. ഇതാണ് പുള്ളിയുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി വലിയ റേറ്റിൽ ചെറിയ പോർഷൻ, അതായത് ബിരിയാണിക്കൊക്കെ ഹെവി റേറ്റ് ഇട്ടിട്ട് വളരെ കുറച്ചുണ്ടാക്കുക, എന്നാൽ വിൽക്കുന്നത് ഹെവി റേറ്റിൽ വിൽക്കുക. ആ ഒരു പരിപാടി ചെയ്തത് ആ ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അതാളുടെ ഉദ്ദേശം. പിന്നെ എവിടെയാ പാളിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫസ്റ്റിലെ പാളി, അതായത് ആളുടെ ഉദ്ദേശം തന്നെ റോങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം സംഭവിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി എടുത്തത് ഒരു വലിയ ഒരു റെസ്റ്റോറൻ്റാണ് എടുത്തേക്കുന്നത്. ശരിക്കും നമ്മളൊരു നല്ലൊരു ഫുഡ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വലിയൊരു ഏരിയ റെസ്റ്റോറൻറ്റിന് വേണ്ടി എടുക്കില്ല. കാരണം അതിന് വലിയ റെൻ്റായിരിക്കും. പിന്നെ പുള്ളി എടുത്തേക്കുന്ന ലൊക്കേഷൻ നോക്കിക്കോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പുള്ളി ലുലുവിൻ്റെ സൈഡിലായിട്ട് ലുലുവിനേക്കാളും കൂടുതൽ കസ്റ്റമേഴ്സ് വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് ലുലുവിൻ്റെ സൈഡിൽ, ലുലുവിൻ്റെ എൻട്രൻസിന് മുൻപ് വരുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് പുള്ളി നോക്കിയിരുന്നത്. എൻ്റെ ഇൻഡ്യൂഷൻസ് ആട്ടോ, പുള്ളിയുടെ സൈഡിൽ നിന്നുകൊണ്ടുള്ള ചിന്തകളാണ്. പുള്ളി നോക്കിയിരുന്നത് നമ്മുടെ ലുലുവിൻ്റെ തൊട്ടടുത്ത്, അതായത് ലുലുവിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ടേൺ എടുത്ത്, ഇപ്പോൾ എവിടെ നിന്ന് വരുന്നവരാണെങ്കിലും നമ്മൾ ആലുവയിൽ നിന്ന് വരുന്നവർ മാത്രമേ ഡയറക്റ്റ് ലുലുവിലേക്ക് കയറുള്ളൂ. മറ്റുള്ള എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് കയറണമല്ലോ. അതായത് ഇപ്പുറത്തെ രണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചേക്കുന്നത്. സിറ്റിയിൽ നിന്ന് വരുന്നവരും നോർത്ത് പറവൂർ സൈഡിൽ നിന്ന് വരുന്നവരും ലുലുവിലേക്ക് കയറുന്നതിന് മുമ്പ് അപ്പുറ സൈഡിൽ സ്ഥലങ്ങളില്ല, റെസ്റ്റോറൻറ്റ് എടുക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ഇല്ല. സ്ഥലം കിട്ടിയാൽ തന്നെ അത് ഹെവി റെൻ്റായിരിക്കും ആലുവ ഡയറക്ഷനിലുള്ളത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ, ലുലുവിൻ്റെ സൈഡിൽ വക്കത്തായിട്ട് കിട്ടിയ സ്ഥലം ഇതാണ്. പക്ഷെ കിട്ടിയ സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏടാകൂടായി. അതായത് കാറ് പാർക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കാറ് തിരിക്കാനും വളയ്ക്കാനൊക്കെ ആയിട്ട് ആ ഏരിയ മൊത്തം ബ്ലോക്കാവും. അപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റ്, പിന്നെ ഉള്ളിലേക്കുള്ള വഴി, അതിലൊരു വഴി പോകുന്നുണ്ട്. അപ്പോൾ ആ വഴി ഇതൊക്കെ ഫുൾ ബ്ലോക്കാവും. അപ്പോൾ ഇദ്ദേഹത്തിന് അതൊരു തലവേദനയാവും. അപ്പോൾ ഇദ്ദേഹം എടുത്ത ലൊക്കേഷൻ ആദ്യം തന്നെ പണി പാളിയതാണ്. അപ്പോൾ അവിടെ തന്നെ ഫസ്റ്റ് പാളി, എടുത്ത ലൊക്കേഷൻ പാളി. അതായത് ഈ റെസ്റ്റോറൻറ്റിലെ ലൊക്കേഷൻ പുള്ളി ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുലുവിൽ കയറുന്നവർ ലുലുവിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും. കാരണം ഇദ്ദേഹം അഫോർഡബിൾ റേറ്റിൽ സിംഗിൾ പോർഷൻ അല്ലേ കൊടുക്കുന്നത്.
അങ്ങനെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന് തെറ്റിപ്പോയി. കാരണം ലുലുവിൽ ഈ ബിരിയാണിക്കൊക്കെ 180 രൂപ 190 രൂപ റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ കിട്ടും. നല്ല ബിരിയാണി, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഹാഫ് kg തൂക്കി കൊടുക്കുന്ന പരിപാടിയാണ്. ഹാഫ് kgക്ക് 190 180 പല റേഞ്ചിലുള്ള ബിരിയാണി, അൽഫാം. ഇന്നത്തെ ആളുകൾക്ക് ഇതാണ് കൂടുതൽ ആവശ്യം. പിന്നെ മീൽസ് കഴിക്കാനായിട്ട് 10 രൂപയ്ക്ക് ഇദ്ദേഹം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 20 രൂപയ്ക്ക് ചോറും ചമ്മന്തിയും കൂട്ടി തിന്നാനായിട്ട്. എന്തിനാ ഇവിടേക്ക് വരുന്നത്? ഹംഗ്രി മൃഗാളിൽ എന്തിനാ ഈ 10 രൂപയുടെ ഊണ് കഴിക്കാനായിട്ട് ആൾ വരുന്നത്? അപ്പുറത്ത് സമൃദ്ധി നമ്മുടെ ജനകീയ ഹോട്ടൽ ഉണ്ടല്ലോ, അവിടെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കല്ല ഊണ് കിട്ടുന്നത്, എല്ലാ കറികളോടും കൂടിയിട്ട്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എനിക്കറിയില്ല. അത് ഇദ്ദേഹം ഇതുവരെ കാണിച്ചിട്ടില്ല. ഇദ്ദേഹം ഫുഡ് പ്രിപ്പറേഷനോ ഫുഡിൻ്റെ എന്ത് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇദ്ദേഹം വായ്ത്താളം, സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ വായ്ത്താളം അടിക്കുക, വായ്ത്താളമടി മാത്രം. പിന്നെ കുറേ ചായ കുടിക്കുന്ന വീഡിയോ, നൊസ്റ്റാൽജിയ ഇങ്ങനെ വാരി വെതറുന്ന വീഡിയോ, ഇതൊക്കെയാണ് ഇടുന്നത്. ഇദ്ദേഹം എന്താണോ ആളുകൾക്ക് വേണ്ടത്, അതായത് ക്വാളിറ്റി, ഇൻഗ്രീഡിയൻസ്, റേറ്റ്, ഈ സാധനത്തിൽ ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നില്ല. ഇദ്ദേഹം വഴി മാറിപ്പോയി. അപ്പോൾ പിന്നെ നിങ്ങളടുത്ത് ഇപ്പോൾ ഈ ക്രിട്ടിക്കായിട്ടുള്ള ഇപ്പോൾ മൃണാളിനെ വിമർശിക്കാനായിട്ട്, അതായത് ക്വാളിറ്റിയിൽ തൃപ്തരല്ലാത്ത അല്ലെങ്കിൽ റേറ്റിൽ തൃപ്തരല്ലാത്ത ഞാനുൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്റ്റാണത്. അതായത് നിങ്ങൾക്ക് സിറ്റിയിൽ നല്ല ഫുഡ്, പ്യുവർ ഫുഡ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഫുഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കയറിയിരിക്കണം. അതായത് 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ, 5 സ്റ്റാർ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇപ്പോൾ വെളിച്ചെണ്ണയിൽ വേണോ, അത് പക്കാ പ്യുവറായിട്ടുള്ള, അഡൾട്രേഷൻ ഇല്ലാത്ത, എല്ലാം ജെനുവിനായിട്ടുള്ള സംഭവങ്ങൾ മാക്സിമം കിട്ടും. വളരെ നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും ആ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇരട്ടി. ഇപ്പോൾ ഒരു ചിക്കൻ കറിക്ക് 100-120 രൂപയാണ് സാധാരണ ഹോട്ടലുകളിൽ, ഹംഗ്രി മൃഗാളിലല്ല, സാധാരണ ഹോട്ടലുകളിൽ എന്ന് വെച്ചാൽ 5 സ്റ്റാറിൽ അത് 5 ടൈംസ് ആയിരിക്കും. അതായത് 500 രൂപ പുറത്തായിരിക്കും, 500-600 രൂപ വരും. അപ്പോൾ അത് സാധിക്കാത്തവർ മൃണാളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മൃണാളിനെ കുറ്റം പറഞ്ഞിട്ടല്ല, മൃണാളിനെ കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പ്രവൃത്തികളും ഇപ്പോഴത്തെ പ്രവൃത്തിയും തമ്മിൽ മാച്ച് ആവുന്നില്ല. അല്ലെങ്കിൽ ഇദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ളതും ഇപ്പം പറയുന്നതും ഇപ്പം പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒരു ബന്ധവുമില്ല. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇദ്ദേഹത്തിനെ വിമർശിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കുറേ, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ എടപ്പള്ളി സെൻറ്ററിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നൊരു എല്ലാ ഏരിയയും കിച്ചണും എല്ലാം അടക്കം കൂടി എനിക്ക് തോന്നുന്നൊരു 3000-4000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുമായിരിക്കും. 3000 ഉണ്ടാവുമായിരിക്കും അല്ലേ? 3000 ഒരു അറൗണ്ട്. ഇതിന് എത്ര റെൻറ്റ് വരും? 1-2 ലക്ഷം രൂപ റെൻറ്റ് വരും, റെൻറ്റ് മാത്രം. പിന്നെ ഒരു 10-20 ആൾക്കാർ ജോലിക്കാരുണ്ട്. ഇവർക്ക് ഒരു 10,000-15,000 രൂപ കൊടുക്കണ്ടേ കുറഞ്ഞത്. അതുപോലത്തെ തിരക്കുണ്ട്, ഇപ്പം നിലവിൽ തിരക്കുണ്ട്, അതുപോലെ പണിയുണ്ട്. അപ്പോൾ ഒരു 15 രൂപ കൊടുക്കണം. അപ്പോൾ എത്ര ആശായി? 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ ഒരു 20 പേർക്ക് 2 ലക്ഷം 3 ലക്ഷമായി. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ മാസം മാറ്റി വയ്ക്കണം. അപ്പോൾ അതിനിടയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ഫുഡ്, വീട്ടിലെ ഫുഡ് അഫോർഡബിൾ റേറ്റിനൊന്നും കൊടുക്കാൻ പറ്റില്ല പ്രാക്ടിക്കലി. പക്ഷെ ഇദ്ദേഹം തള്ളി മറിച്ചത് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ഇമേജ് അങ്ങനെ സെറ്റായി പോയി മുൻപ്. കാരണം ഇദ്ദേഹം ഒരു നന്മ ഫുഡ്, ക്വാളിറ്റി ഫുഡ്, അല്ലെങ്കിൽ അത്രയും എന്താ പ്യുവർ എന്നുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു ടാഗ് ലൈനായി മാറി ഇദ്ദേഹത്തിൻ്റെ ഇമേജ്. ആ ഇമേജ് ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും ക്രിറ്റിസിസം വരുന്നത്. കാരണം ഈ ഇമേജ് കണ്ടുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് കൂടിയത്. മനസ്സിലായോ? ഇപ്പം ഞാൻ അദ്ദേഹത്തിന് അൺസബ്സ്ക്രൈബ് ചെയ്തു. കാരണം ഞാനിനി ഇദ്ദേഹത്തിൻ്റെ ലൈവോ ഇദ്ദേഹത്തിൻ്റെ ഇതൊന്നും കാണാൻ പോകുന്നില്ല. കാരണം വെറും ആൾക്കാരെ പറ്റിക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ മിസ്ലീഡ് ചെയ്തുകൊണ്ട്
മിസ്ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സൈക്കോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്യുക. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ, നമ്മുടെ മൃണാളിൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഈ പുള്ളി റിവ്യൂ ചെയ്തിട്ട് നല്ലതെന്ന് പറഞ്ഞേക്കുന്ന ഹോട്ടലുകൾ മിക്കവാറും എല്ലാം ഒരു ഔട്ട്സ്കേർട്ട് അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് വിട്ടിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ചെറിയൊരു ടൗൺ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അല്ലാതെ സിറ്റിക്കകത്ത് സെൻറ്റർ ഓഫ് സിറ്റിയിൽ ഒരു അഫോർഡബിൾ റേറ്റിൽ, അതായത് അത്രയും ഹെൽത്തി ആയിട്ട് അത്രയും വീട്ടിലെ പോലത്തെ ഭക്ഷണം ഇതുവരെ പുള്ളി കഴിച്ചിട്ടില്ല. അതിനർത്ഥം എന്താ? ആ ഫോർമുല അങ്ങനെയാണ്. സിറ്റിക്കകത്ത് ഈ അഫോർഡബിൾ റേറ്റോ ഹോംലി ഫുഡോ കൊടുക്കാൻ ഒരു തരവില്ല. കാരണം അത് പ്യുവർ പൈസയാണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പൈസയാണ്. സിറ്റിയുടെ സെൻട്രലാണ് പുള്ളി റെസ്റ്റോറൻറ്റ് ഇട്ടേക്കുന്നത്, അതായത് എടപ്പള്ളിയിൽ ലുലുവിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അത് ഫോർമുലയ്ക്ക് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിയെ ഒരു തരത്തിൽ പറഞ്ഞാൽ പുള്ളീനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇതിങ്ങനെ നടക്കുള്ളൂ. പക്ഷേ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ഞാനുൾപ്പെടെ കുറേ പേര് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് കമൻറ്റ് ചെയ്തേക്കുന്നതും ലൈക്ക് അടിച്ചേക്കുന്ന ആൾക്കാരൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇന്നലെ ഞാൻ കാര്യങ്ങൾ ചിന്തിച്ചതും മൃണാളുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചതും അതിൽ കൂടെ ഇതിൻ്റെ ആഡ് ഓൺ ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും കൂടുതലുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെയുണ്ടെന്ന് നോക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. കാരണം ഞാനൊരു സ്വയം പ്രഖ്യാപിത മൃണാളിൻ്റെ ഒരു പിൻഗാമിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവിധ ആശംസകളും നേരുക. ഓക്കെ, താങ്ക് യു.